ഹലോ, വെൽക്കം ടു ദി ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ചാപ്റ്റർ 1 ആയിരുന്നു അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന ചാപ്റ്റർ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് നോക്കിയായിരുന്നു. ഇന്ന് നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 ആയിട്ടുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററാണ്. ഓക്കെ, നമുക്കപ്പം നോക്കാം. അതിൻ്റെ ഫ്രണ്ട് പേജിൽ കൊടുത്തിരിക്കുന്നത് ഒരു സംഭാഷണമാണ്. ബംഗാളി സാഹിത്യകാരനും സാമൂഹ്യ പരിഷ്കർത്താവുമായ ദീനബന്ധു മിത്ര രചിച്ച നീൽദർപ്പൺ എന്ന നാടകത്തിലെ ഭാഗമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. നീലം തോട്ടുടമകളുടെ ചൂഷണത്തിനെതിരെയാണ് കഥാപാത്രങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നത്. ചൂഷകർക്കെതിരെ ഇന്ത്യക്കാർ ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത അവർ എടുത്തു പറയുന്നുണ്ട്. ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിദേശ ആധിപത്യത്തിനെതിരെ പോരാടേണ്ടതിൻ്റെ ആവശ്യകത, സാമ്പത്തിക ചൂഷണത്തിൽ നിന്നുമുള്ള മോചനം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യ നിരവധി നാട്ടുരാജ്യങ്ങളായിട്ട് ഭിന്നിക്കപ്പെട്ടിരുന്നു. ജാതി, മതം, വേഷം, ഭാഷ, സംസ്കാരം തുടങ്ങിയ എല്ലാ മേഖലകളിലും വേർതിരിവ് നിലനിന്നിരുന്നു. എന്നാൽ 19ാം നൂറ്റാണ്ടിൻ്റെ 2ാം പകുതിയിൽ ഇത്തരം ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഇന്ത്യക്കാർക്കിടയിൽ ഒരു ഐക്യബോധം രൂപപ്പെട്ടു. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ത്യൻ ദേശീയത ശക്തമാക്കുന്നതിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തേതാണ് സാമ്പത്തിക നയം. ഇന്ത്യയിലെ വിവിധ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തതിനെക്കുറിച്ചും അവർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങളെക്കുറിച്ചും നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായിട്ടും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു കമ്പോളമായും ഇന്ത്യ മാറി. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഇതിനായിട്ട് അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ തൊഴിലില്ലായ്മയും ദാരിദ്ര്യത്തിനും കാരണമായി. തൽഫലമായി കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗക്കാർ തുടങ്ങി വിവിധ വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ തുടങ്ങിയവരാണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല നേതാക്കളായിരുന്നു ഇവർ. അപ്പം ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രിട്ടീഷുകാർ അവരുടെ വ്യവസായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കോളനിയായിട്ടും ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു കമ്പോളമായിട്ടുമാണ് ഇന്ത്യ അവർ കണക്കാക്കിയിരുന്നത്. സാമ്പത്തിക ചൂഷണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് അവർ സ്വീകരിച്ച നയങ്ങൾ ഇന്ത്യയിൽ എന്തുണ്ടാക്കി? തൊഴിലില്ലായ്മയും ദാരിദ്ര്യത്തിനുമൊക്കെ കാരണമായി. തൽഫലമായിട്ട് എല്ലാവരും കർഷകർ, കൈവേലക്കാർ, ചെറുകിട കച്ചവടക്കാർ, ഗോത്രവിഭാഗങ്ങളൊക്കെ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം ആരംഭിച്ചു. ഈ ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ള ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിലെ നേതാക്കളാണ് ദാദാഭായ് നവറോജി, R.C. ദത്ത്, മഹാദേവ് ഗോവിന്ദ് റാനഡെ അഥവാ M.G. റാനഡെ തുടങ്ങിയവരൊക്കെ. അടുത്തതാണ് പാശ്ചാത്യ വിദ്യാഭ്യാസം. 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഇന്ത്യയിൽ ആധുനിക വിദ്യാഭ്യാസം പ്രചരിച്ചത്. ബ്രിട്ടീഷുകാരുടെ മേന്മയെ ഉയർത്തിക്കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായിട്ട് തങ്ങൾക്ക് വിധേയരാക്കാനും തങ്ങളോട് അനുഭാവമുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വാർത്തെടുക്കാനുമാണ് ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിച്ചത്. എന്നാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായിട്ട് മാറി. അപ്പം ബ്രിട്ടീഷുകാർ പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കാരണം എന്ന് പറയുന്നത് അവരുടെ മേന്മ ഉയർത്തി കാണിക്കാനും ഇന്ത്യക്കാരെ സാംസ്കാരികമായിട്ട് അവർക്ക് വിധേയമാക്കി മാറ്റാനും വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ബ്രിട്ടീഷുകാർ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്കാർ കൊടുത്തപ്പോൾ ഇന്ത്യക്കാർ അതിനെ ഏത് രീതിയിലാണ് ഉപയോഗിച്ചത്? അവർ ജനാധിപത്യം, സ്വാതന്ത്ര്യം, സ്ഥിതിസമത്വം, തുല്യനീതി, ശാസ്ത്രബോധം, പൗരാവകാശം എന്നിവയെക്കുറിച്ച് അവബോധമുള്ളവരായിട്ട് മാറുകയും ചെയ്തു. പുതിയ ആശയങ്ങൾ പരിചയപ്പെട്ട ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യം എങ്ങനെ ബ്രിട്ടന്റെ കീഴിലായി എന്ന് ചിന്തിച്ചു. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ നിരന്തരം സംസാരിച്ചു. രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ആശയ കൈമാറ്റത്തിനുള്ള പൊതുഭാഷയായി ഇംഗ്ലീഷ് മാറി. രാജ്യത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ദൗർബല്യങ്ങൾ തിരിച്ചറിയുന്നതിന് പാശ്ചാത്യ വിദ്യാഭ്യാസം ഇന്ത്യക്കാരെ സഹായിച്ചു. ഇത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിതെളിച്ചു. ഇതിൻ്റെ ഇടയിൽ ഇന്ത്യയുടെ വന്ധ്യവയോധികനായ ദാദാഭായ് നവറോജിയെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ അഥവാ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടു പോകുന്നുവെന്ന തൻ്റെ നിരീക്ഷണം ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി എന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. അപ്പം ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നുവെന്ന് തൻ്റെ നിരീക്ഷണം ഏത് പുസ്തകത്തിലാണ് അവതരിപ്പിച്ചത്? ചോർച്ച സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി എന്ന പുസ്തകത്തിൽ അവതരിപ്പിച്ചു.
ഇത്രയാണ് ദാദാഭായ് നവറോജിയെ പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നായിരുന്നു സാമ്പത്തിക നയം, അതുപോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം. അടുത്തതാണ് ദേശീയതയെ കാരണമായിട്ട് സ്വാധീനിച്ച ഘടകങ്ങളിലൊന്നാണ് സാഹിത്യവും പത്രങ്ങളും. ഇന്ത്യയിൽ ദേശീയത പ്രചരിപ്പിക്കുന്നതിൽ സാഹിത്യകൃതികളും പത്രങ്ങളും പ്രധാന പങ്ക് വഹിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധം സാഹിത്യത്തിൽ അലയടിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതങ്ങളും അവഗണനയും ചൂഷണവുമൊക്കെ സാഹിത്യകൃതികളിൽ പ്രതിപാദ്യ വിഷയങ്ങളായി മാറി. അക്കാലത്തെ പ്രമുഖ എഴുത്തുകാരനായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി മുതലായവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിന് പ്രധാന പങ്ക് വഹിച്ചു. അപ്പം ഓരോ സാഹിത്യകാരന്മാരും അവരുടെ ഭാഷകളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് ഉറപ്പായിട്ടും നോക്കണം. ഉറപ്പായിട്ടും 100% ഷുവറാണ്. 10th ലെവൽ LGS ലെവൽ പരീക്ഷകളിലൊക്കെ ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ഒന്നാമത്താണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ. ഇവർ രണ്ടിനും ഏത് ഭാഷയിലാണ് സാഹിത്യകൃതികൾ എഴുതിയിരുന്നത്? ബംഗാളി ഭാഷയിലാണ് എഴുതിയിരുന്നത്. ലക്ഷ്മിനാഥ് ബസ്ബറുവ ഏത് ഭാഷയാണ്? ആസാമീസ് ഭാഷയിലാണ് എഴുതിയിരുന്നത്. ലക്ഷ്മിനാഥ് ബസ്ബറുവ. അടുത്തതാണ് വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. ഏത് ഭാഷയാണ്? മറാത്തി ഭാഷയാണ്. മറാത്തി ഭാഷ. വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ. അപ്പോൾ ആദ്യം ബങ്കിം ചന്ദ്ര ചാറ്റർജിയും ടാഗോറും ബംഗാളി ഭാഷ, ലക്ഷ്മിനാഥ് ബസ്ബറുവ ആസാമീസ്, വിഷ്ണു ശാസ്ത്രി ചിപ്ലങ്കർ മറാത്തി. സുബ്രഹ്മണ്യ ഭാരതി ഏത് ഭാഷയാണ്? തമിഴ് ഭാഷയിലാണ് സുബ്രഹ്മണ്യ ഭാരതി. അടുത്തത് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. രണ്ടാമത്തത് പ്രേംചന്ദ്. ഇവർ രണ്ടുപേരും ഏതാണ്? ഹിന്ദി ഭാഷയിലാണ്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ് ഹിന്ദി ഭാഷ. അടുത്തത് അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷ. വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. സുബ്രഹ്മണ്യ ഭാരതി തമിഴ്, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര ഹിന്ദി, പ്രേംചന്ദ് ഹിന്ദി, അൽത്താഫ് ഹുസൈൻ ഹാലി ഉറുദു, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം. അപ്പം ഇത് ഈ ബോക്സ് നോക്കി വെക്കുക. അടുത്തത് ഇംഗ്ലീഷിലും പ്രാദേശിക ഭാഷകളിലുമായിട്ട് നിരവധി പത്രങ്ങൾ അക്കാലത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ പത്രപ്രവർത്തന തുടക്കം കുറിച്ചത് സാമൂഹ്യ പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംവാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ പത്രപ്രവർത്തന തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. അദ്ദേഹത്തിൻ്റെ പത്രം ബംഗാളി ഭാഷയിലുള്ള പത്രമാണ് സംവാദ് കൗമുദി ബംഗാളി ഭാഷയിലും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലുമാണ്. ഇത് രണ്ടും ആരുടേതാണ്? രാജാറാം മോഹൻ റോയ്. സംവാദ് കൗമുദി, മിറാത്തുൽ അക്ബർ. ബ്രിട്ടീഷ് നയങ്ങളെ വിമർശിക്കാനും അവയ്ക്കെതിരെ പ്രതികരിക്കാനും ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള മനോഭാവം വളർത്താനും ഇത്തരം വർത്തമാന പത്രങ്ങൾക്ക് സാധിച്ചു. ആധുനിക ആശയങ്ങളും ദേശീയതയും വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ച പ്രധാന പത്രങ്ങളാണ് ചുവടെ ചേർക്കുന്നത്. കുറച്ച് പത്രങ്ങളാണ്. ഇതും ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അമൃത് ബസാർ പത്രിക ഏത് ഭാഷയിലാണ്? അമൃത് ബസാർ പത്രിക ബംഗാളി ഭാഷയിലാണ് അമൃത് ബസാർ പത്രിക. ദ ഹിന്ദു ഏത് ഭാഷയാണ്? ഇംഗ്ലീഷാണ്. ടൈംസ് ഓഫ് ഇന്ത്യയും ഏത് ഭാഷയാണ്? ഇംഗ്ലീഷാണ്. അപ്പോൾ ഇത് ഹിന്ദുവും ടൈംസ് ഓഫ് ഇന്ത്യയും രണ്ടും ഇംഗ്ലീഷ് ഭാഷയിലാണ്. അടുത്തതാണ് മാതൃഭൂമി ഏത് ഭാഷയിലാണ്? നമുക്കെല്ലാം അറിയാം മലയാളം ഭാഷയാണ്. അല്ലമീൻ ഏതാണ്? മലയാളം ഭാഷയിലാണ്. ബ്രിട്ടീഷുകാർ വർത്തമാന പത്രങ്ങളെ അവർക്കെതിരെയുള്ള പ്രചരണ ആയുധമായിട്ട് കണക്കാക്കുകയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്ര നിയമം അഥവാ വെർണിക്കുലാർ പ്രസ് ആക്ട്. അപ്പോൾ എന്താണ് വെർണിക്കുലാർ പ്രസ് ആക്ട്? ബ്രിട്ടീഷുകാർ ഈ വർത്തമാന പത്രങ്ങളെന്ന് പറയുന്നത് അവർക്കെതിരെയുള്ള പ്രചരണ ആയുധമായിട്ട് കണക്കാക്കി. അപ്പോൾ അവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് നാട്ടുഭാഷാ പത്ര നിയമം അഥവാ വെർണിക്കുലാർ പ്രസ് ആക്ട്. ഇതാരാണ് കൊണ്ടുവന്നത്? ലിട്ടൺ പ്രഭു ആണ്. അടുത്ത സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ. ഇന്ത്യയിൽ ഉയർന്നു വന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റി നോക്കാം. സമൂഹത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടാൻ ആധുനിക വിദ്യാഭ്യാസം സഹായിച്ചു. സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇന്ത്യയിലെ ആദ്യകാല പ്രവർത്തകരെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ആളാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ച രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിക്കുന്നത് ആരാണ്? രാജാറാം മോഹൻ റോയ്. 1772 ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചു. അപ്പം ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ജനിച്ച വർഷം 1772 പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നുണ്ട്, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 1772 ബംഗാളിലാണ് ജനിച്ചത്. ഇനി നോക്കേണ്ടത് രാജാറാം മോഹൻ റോയുടെ പ്രധാന പ്രവർത്തനങ്ങളാണ്. സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു.
ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പോൾ ബ്രഹ്മസമാജം ആരംഭിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയുടെയാണ് ബ്രഹ്മസമാജം. ശൈശവ വിവാഹം, ബഹുഭാരത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. ഈ 6 പോയിന്റ് നോക്കി വെക്കുക. എന്തൊക്കെയാണ് രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങൾ? ഒന്നാമത്താണ് സതി നിർത്തലാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. രണ്ടാമത്തേത് ആധുനിക വിദ്യാഭ്യാസത്തിനായിട്ട് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. മൂന്നാമത്താണ് ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പ്രസ്ഥാനം ആരംഭിച്ചു. ആര്? രാജാറാം മോഹൻ റോയ്. അടുത്തത് ശൈശവ വിവാഹം, ബഹുഭാരത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. ശൈശവ വിവാഹം, ബഹുഭാരത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി. സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ടു. അടുത്തയാളാണ് ജ്യോതിറാവ് ഫുലെ. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായിട്ട് പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവ് ഫുലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക സമാജം എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. സംഘടനയുടെ പേരെന്താണ്? സത്യശോധക സമാജം. ആരുടേതാണ്? ജ്യോതിറാവ് ഫുലെയാണ് രൂപീകരിച്ചത്. വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടനാ ശ്രമങ്ങൾ നടത്തിയിരുന്നു. സ്ത്രീകൾ, ദളിതർ എന്നിവർക്കായിട്ട് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായിട്ട് അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രിബായി ഫുലെയും ഒപ്പമുണ്ടായിരുന്നു. നിരവധി പെൺപള്ളിക്കൂടങ്ങളും നിശാ പാഠശാലകളും സ്ഥാപിച്ചുകൊണ്ട് സാവിത്രിബായിയും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി. എന്താണ് പറഞ്ഞത്? ജ്യോതിറാവ് ഫുലെ അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്? താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്കും അതുപോലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കുമായിട്ട് പോരാടി. അദ്ദേഹത്തിന്റെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് അദ്ദേഹം രൂപീകരിച്ച സംഘടനയുടെ പേരാണ് സത്യശോധക സമാജ്. എന്തിനാണ് അവർ പ്രാധാന്യം നൽകിയത്? വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടനാ ശ്രമങ്ങൾ നടത്തി. പിന്നെ അദ്ദേഹത്തിന്റെ പത്നിയുടെ പേരാണ് സാവിത്രിബായി ഫുലെ. പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു. നിശാ പാഠശാലകളും സ്ഥാപിച്ചു. അടുത്തതാണ് പണ്ഡിത രമാബായി. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. കർണാടക സ്വദേശിയായ രമാബായി സംസ്കൃതം, മറാത്തി, ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാബായി. ഏത് സ്വദേശിയാണ്? കർണാടക സ്വദേശിയാണ് രമാബായി. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാബായിയെ പണ്ഡിത എന്ന ബഹുമതി നൽകി ആദരിച്ചു. പണ്ഡിത രമാബായി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി നിരവധി സ്കൂളുകൾ ആരംഭിക്കുകയും ചെയ്തു. ആർക്കു വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ശൈശവ വിവാഹത്തിനെതിരെ നിലകൊണ്ടു. അതുപോലെ തന്നെ വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി സ്കൂളുകൾ ആരംഭിച്ചു. ഇത്തരം പ്രവർത്തനങ്ങൾക്കായിട്ട് ആര്യ മഹിളാ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അപ്പം പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടനയാണ് ആര്യ മഹിളാ സമാജം. ആര്യ മഹിളാ സമാജം ആരുടേതാണ്? പണ്ഡിത രമാബായി. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം എന്ന അഭയകേന്ദ്രവും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് സ്ഥാപിച്ചതാണ് ശാരദാ സദനം. വിധവകളുടെ പുനരധിവാസത്തിനായിട്ട് ശാരദാ സദനം. അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ എന്ന പദ്ധതി. സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകാൻ മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചു. ശാരദാ സദനം, മുക്തി മിഷനും ഇതാരാണ് കൊണ്ടുവന്നത്? പണ്ഡിത രമാബായി. ശാരദാ സദനം വിധവകളുടെ പുനരധിവാസത്തിനായിട്ട്, അതുപോലെ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായിട്ട് മുക്തി മിഷൻ ആരംഭിച്ചു. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു. 1889 ബോംബെയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓക്കെ, ഇനി ഇന്ത്യയിലെ മറ്റു ചില പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും അതിൻ്റെ സ്ഥാപകരെയും പരിചയപ്പെടാം. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, പരീക്ഷകൾക്ക് ഉറപ്പായിട്ടും ചോദിക്കും. ഒന്നാമത്തെ പ്രസ്ഥാനമാണ് പ്രാർത്ഥനാ സമാജം. അതാരാണ് അതിൻ്റെ സ്ഥാപകൻ? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആരുടേതാണ്? ആത്മാറാം പാണ്ഡുരംഗ്. ആര്യസമാജം ആരുടേതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. അലിഗഡ് പ്രസ്ഥാനം ആരുടേതാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി
മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. ആരുടേതാണ്? മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. ഇവരുടേതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ്റെയാണ് രാമകൃഷ്ണ മിഷൻ. ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജമാരുടേതാണ്? വീരേശലിംഗം പന്തലു. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. പ്രാർത്ഥനാ സമാജം ആരുടേതാണ്? ആത്മാറാം പാണ്ഡുരംഗ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ആര്യ സമാജം. ആര്യ സമാജം ആരുടേതാണ്? ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയുടെയാണ് ആര്യ സമാജം. അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം ആരുടേതാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. തിയോസഫിക്കൽ സൊസൈറ്റി ആരുടേതാണ്? തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ട്. മാഡം ബ്ലാവിറ്റ്സ്കി, കേണൽ ഓൾക്കോട്ടിൻ്റെയാണ് തിയോസഫിക്കൽ സൊസൈറ്റി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ ആരുടേതാണ്? സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം ആരുടേതാണ്? വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലുവിൻ്റെയാണ് ഹിതകാരിണി സമാജം. സ്വാഭിമാന പ്രസ്ഥാനം. സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഈ ബോക്സ് നോക്കി വെക്കുക. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഇന്ത്യക്കാരിൽ ആത്മവിശ്വാസം വളർന്നു. ഇത് ദേശീയതയുടെ വളർച്ചയ്ക്ക് കാരണമായി തീർന്നു. അടുത്തതാണ് ഗതാഗതവും വാർത്താവിനിമയം. വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ വിപുലീകരിച്ചു. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പിത്തപാലും അവർ ആരംഭിച്ചു. ചരക്കു നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. അതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. ഏകീകൃത ഭരണ സമ്പ്രദായം, നിയമവ്യവസ്ഥ, നാണയവ്യവസ്ഥ തുടങ്ങിയവ നടപ്പിലാക്കിയതും ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിച്ചു. ഇപ്പോൾ ഗതാഗതവും വാർത്താവിനിമയം എങ്ങനെയാണ് സ്വാധീനിച്ചത്? വ്യാപാരം, വ്യവസായം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഗതാഗത വാർത്താവിനിമയങ്ങൾ സൗകര്യങ്ങൾ വിപുലീകരിച്ചത്. റെയിൽവേയും പോസ്റ്റൽ സംവിധാനവും കമ്പിത്തപാലും ഇവർ ആരംഭിച്ചു. ചരക്കു നീക്കം എളുപ്പത്തിലാക്കുവാൻ റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തി. ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കാനും ആശയവിനിമയം നടത്താനും പരസ്പരം മനസ്സിലാക്കാനും ഈ സൗകര്യങ്ങൾ ഇന്ത്യക്കാരെ സഹായിച്ചു. ഇതുവഴി ദേശീയ മനോഭാവം രൂപപ്പെടുകയും ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുകയും ചെയ്തു. അടുത്തതാണ് രാഷ്ട്രീയ സംഘടനകൾ രൂപം കൊള്ളുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ ഒറ്റക്കെട്ടായിട്ട് അണിനിരത്തുന്നതിന് സംഘടനകൾ രൂപീകരിക്കണമെന്ന അഭിപ്രായം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വന്നു. ഇതിന്റെ ഫലമായി 19ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. 19ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറ്റിയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്താണ് ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ അസോസിയേഷന്റെ പ്രവർത്തന കേന്ദ്രം കൽക്കട്ടയിലാണ്. ഇന്ത്യൻ അസോസിയേഷൻ അതിന്റെ നേതൃത്വം നൽകിയ ദേശീയ നേതാക്കളാണ് സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. ഇന്ത്യൻ അസോസിയേഷൻ അതിന്റെ പ്രവർത്തന കേന്ദ്രം കൊൽക്കത്ത. നേതൃത്വം നൽകിയവർ സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. ഇന്ത്യൻ അസോസിയേഷൻ ആരുടേതാണ്? സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. അടുത്തതാണ് മദ്രാസ് മഹാജൻ സഭ. മദ്രാസ് മഹാജൻ സഭ പേരിൽ തന്നെയുണ്ട്. പ്രവർത്തന കേന്ദ്രം എവിടെയാണ്? മദ്രാസിലാണ്. നേതൃത്വം കൊടുത്ത നേതാക്കൾ ആരൊക്കെയാണ്? എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യർ, അനന്ത ചാർലു. ആരൊക്കെയാണ്? എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യർ, അനന്ത ചാർലു. മദ്രാസ് മഹാജന സഭ എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, അനന്ത ചാർലു. അടുത്തതാണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ അതിന്റെ പ്രവർത്തന കേന്ദ്രം ബോംബെയിലാണ്. നേതൃത്വം കൊടുത്തത് ഫിറോസ് ഷാ മേത്ത, കെ.ടി. തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി. ഫിറോസ് ഷാ മേത്ത, കെ.ടി. തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി. ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ അസോസിയേഷൻ പ്രവർത്തന കേന്ദ്രം കൽക്കത്ത. നേതൃത്വം നൽകിയവർ സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ്. സുരേന്ദ്രനാഥ ബാനർജി, ആനന്ദ മോഹൻ ബോസ് ഇവരുടെ രണ്ടുപേരുടേതാണ് ഇന്ത്യൻ അസോസിയേഷൻ. അടുത്താണ് മദ്രാസ് മഹാജൻ സഭ. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, അനന്ത ചാർലു. എം വീരരാഘവാചാരി, ജി സുബ്രഹ്മണ്യ അയ്യർ, അനന്ത ചാർലു. പ്രവർത്തന കേന്ദ്രം എവിടെയാണ്? മദ്രാസ്. അടുത്താണ് ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ. ബോംബെയിലാണ്. നേതൃത്വം കൊടുത്തത് ഫിറോസ് ഷാ മേത്ത, കെ.ടി. തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി. ഫിറോസ് ഷാ മേത്ത, കെ.ടി. തലാങ്, ബദറുദ്ദീൻ തിയാബ്ജി. ഈ സംഘടനകൾക്കൊന്നും അഖിലേന്ത്യാ സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇവയുടെ പ്രവർത്തനം ചില പ്രവിശ്യകളിലും പ്രദേശങ്ങളിലും മാത്രമായിട്ട് ഒതുങ്ങിയിരുന്നു. ധനികരുടെയും മധ്യവർഗത്തിന്റെയും നേതൃത്വത്തിലുള്ള ഇത്തരം സംഘടനകൾക്ക് ബഹുജനങ്ങളെ രാഷ്ട്രീയമായിട്ട് ബോധവൽക്കരിക്കാൻ സാധിച്ചില്ല. ഈ സാഹചര്യത്തിൽ ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ശക്തിപ്പെട്ടു. അപ്പോൾ ഈ
സംഘടനകൾക്കൊന്നും എന്താണ് ഒരു അഖിലേന്ത്യാ സ്വഭാവമില്ല. ഏതെങ്കിലും ഒരു കുറച്ച് പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി കൂടിയ സംഘടനകളാണ് ഇത്. അപ്പം ഒരു അഖിലേന്ത്യാ സംഘടന രൂപീകരിക്കേണ്ട ആവശ്യകത ഇതോടെ ശക്തിപ്പെട്ടു. അങ്ങനെയാണ് അഖിലേന്ത്യാ സംഘടന രൂപം കൊള്ളുന്നത്. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ ഒരു മുറിയിൽ യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് ഇവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടേവിയൻ ഹൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. ഇതെന്താണ്? ഇന്റർനാഷണൽ കോൺഗ്രസിന് തുടക്കം കുറിച്ചതിനെ പറ്റിയിട്ടാണ് മുകളിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പം എന്നാണ് രൂപീകരിച്ചത്? 1885 ഡിസംബർ 28. എവിടെയായിരുന്നു? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് എന്നാണ് INC രൂപീകരിച്ചത്. 1885 ഡിസംബർ 28. 1885 ഡിസംബർ 28. എവിടെയാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. എത്ര പേർ പങ്കെടുത്തു? 72 പേരാണ് ആദ്യ യോഗത്തിൽ പങ്കെടുത്തത്. ഓക്കെ, അടുത്തതാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ പൊതു അഭിപ്രായം രൂപീകരിക്കുക എന്നതായിരുന്നു ഈ സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. എന്തൊക്കെയായിരുന്നു INCയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിന്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെന്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയിരുന്നു. അക്കാലത്തെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. ആനന്ദ് ചാർലു, R.C. ദത്ത്, ആനന്ദ മോഹൻ ബോസ് എന്നിവർ. ആരൊക്കെയായിരുന്നു? സുരേന്ദ്രനാഥ ബാനർജി, ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തിയാബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, P. ആനന്ദ് ചാർലു, R.C. ദത്ത്, ആനന്ദ മോഹൻ ബോസ് തുടങ്ങിയവർ. സൈഡിൽ കൊടുത്തിരിക്കുന്നതാണ് സർ സി ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് C. ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഇദ്ദേഹം കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത്. INCയുടെ ആദ്യത്തെ മലയാളിയാണ് ആര്? സി ശങ്കരൻ നായർ അഥവാ ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലാണ് അധ്യക്ഷ പദവി അലങ്കരിച്ചത്. അടുത്തത് ബംഗാൾ വിഭജനത്തെ പറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക്